സംസ്ഥാനത്ത് ഏറെ കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്നലെ പുറത്തു വന്നു. ഒരു സീറ്റിൽ യു ഡി എഫും ഒരു സീറ്റിൽ എൽ ഡി എഫും ജയിക്കുന്ന സാഹചര്യമുണ്ടായി. വയനാട്ടിൽ യു ഡി എഫ് തന്നെ വലിയ മാർജിനിൽ തന്നെ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ്. നമസ്കാരം. ഒരു വലിയ പ്രചരണ കാലയളവിനൊടുവിൽ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് കോൺഗ്രസ് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭൂരിപക്ഷം നേടി. അതേസമയം ചേലക്കരയിലാവട്ടെ ആ ഭൂരിപക്ഷം ഉണ്ടായതുമില്ല. മാത്രമല്ല പരാജയം ഉണ്ടാവുകയും ചെയ്തു. ചേലക്കരയായിരിക്കും ശരിക്കും ഭരണത്തിൻ്റെ വിലയിരുത്തൽ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് ഒരു ദിവസത്തിനപ്പുറം അങ്ങയുടെ വിലയിരുത്തൽ? അതല്ല, ഞാൻ പറഞ്ഞില്ലേ, ചേലക്കരയെ സംബന്ധിച്ച് പറയുമ്പോൾ 2001 എൽ ഡി എഫിന് 40 സീറ്റ് മാത്രം കിട്ടിയപ്പോൾ അതിൽ ചേലക്കര ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭയിൽ 19 സീറ്റുകളിലാണ് എൽ ഡി എഫിന് ആകെ ലീഡ് കിട്ടിയത്. അതിലും ചേലക്കര ഉണ്ടായിരുന്നു. പക്ഷേ ചേലക്കരയിൽ നല്ല വർക്ക് ഇത്തവണ നടന്നിരുന്നു. ആ വർക്കിനനുസരിച്ച് റിസൾട്ട് ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ പരിശോധിക്കും. കാരണം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ ഒരു കോൺഗ്രസ് അനുകൂല തരംഗം ഏൽക്കാത്തൊരു ജില്ല കേരളത്തിൽ തൃശ്ശൂർ ജില്ലയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജില്ലയുടെ പാർട്ടി പ്രവർത്തനങ്ങളും യു ഡി എഫ് പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ പാർട്ടി മുൻകൈ എടുക്കും. അടുത്ത് തന്നെ കെ പി സി നിർവാഹക സമിതി യോഗം ചേർന്ന് ഈ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ചേലക്കരയിലെ പരാജയം ഞങ്ങൾ വളരെ ഗൗരവത്തിൽ, കാരണം ഇത്രയും വോട്ടിൻ്റെ ഡിഫറൻസ് വരാനുള്ള സാധ്യതകൾ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾക്കും അത് പരിഹരിക്കാനുള്ള കാര്യത്തിലും പ്രയോറിറ്റി നൽകും. അങ്ങിപ്പോൾ പറഞ്ഞ 2001 തെരഞ്ഞെടുപ്പിൽ പോലും ആ സമയത്ത് ആ സീറ്റിൽ കെ രാധാകൃഷ്ണൻ ജയിക്കുമ്പോഴും 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം എൽ ഡി എഫ് ഉയർത്തി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാലക്കാട്ടിലെ വലിയ പരാജയം പോലും എൽ ഡി എഫ് പറയുന്നത് ചേലക്കരയിലെ വിജയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ സംഘടനാപരമായി ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ തൃശ്ശൂരിലേതുൾപ്പെടെയുള്ള സംഘടനാ സംവിധാനത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടോ? തൃശ്ശൂരിൽ സംഘടനാ സംവിധാനത്തിന് പാളിച്ചയുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ DCCയുടെ ചാർജ് ശ്രീകണ്ഠന് കൊടുത്തത്. പക്ഷേ ശ്രീകണ്ഠൻ അതിന് ഇഷ്ടം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടില്ല. ആ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചേലക്കര എൽ ഡി എഫിൻ്റെ കൂടെ നിന്നിട്ടില്ല. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞാൽ അതിനോട് യോജിപ്പില്ല. കാരണം പാലക്കാട്ടെ യു ഡി എഫിൻ്റെ വൻ വിജയം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൂടെ ഭാഗമാണ്. പാലക്കാട് കേന്ദ്ര ഭരണത്തിൻ്റെ വിരുദ്ധ വികാരമുണ്ടായി, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമുണ്ടായി, പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണവിരുദ്ധ വികാരമുണ്ടായി. ഇപ്പോൾ തന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പോലും ഇത്രയധികം ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങ് ആത്മാർത്ഥമായി ഇത്രയധികം വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്ന് കരുതിയിരുന്നു? അതായത് ഇന്നലെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്ന എന്നോട് ഇന്നലെ ശ്രീകണ്ഠൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് 10 മേലെ ഉണ്ടാവും എന്നുറപ്പായിരുന്നു. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ ഭൂരിപക്ഷത്തിനെ സാധാരണ പിരാഗിരി വെച്ച് കവർ ചെയ്യുകയും മറ്റു 2 പഞ്ചായത്തുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യുന്നൊരു സിസ്റ്റമായിരുന്നു. ഇത്തവണ 2 മെച്ചമുണ്ടായി. ഒന്ന്, മുനിസിപ്പാലിറ്റിയിലൊരു മാറ്റം ഉണ്ടായി. രണ്ടാമത്തത്, മാർക്സിസ്റ്റുകാരൻ്റെ ഔദാര്യത്തിലാണ് കഴിഞ്ഞ ഷാഫി ജയിച്ചതെന്നുള്ള പ്രചരണം അമ്പേ പൊളിച്ചു വിട്ടു. കാരണം അവർക്ക് വോട്ട് കൂടുതൽ കിട്ടിയിട്ട് പോലും ഞങ്ങളുടെ വോട്ടിനെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ എൽ ഡി എഫ് പറയുന്നത് SDP പരസ്യമായ പ്രകടനം കോൺഗ്രസിനെ രാഹുൽ മങ്കുടത്തിൽ വിജയത്തിൽ ആഹ്ലാദം നടത്തി ഇത് ചെയ്തു. അതുകൊണ്ട് തന്നെ SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വാങ്ങിയാണ് കോൺഗ്രസ് ജയിച്ചത് എന്നൊരു ആരോപണമാണ് LDF ഉയർത്തുന്നത്. ഇത്രയൊന്നും വോട്ട് SDP-ക്കും ജമാഅത്തെ ഇസ്ലാമിക്കും പാലക്കാടില്ലല്ലോ. പാലക്കാടുള്ള ന്യൂനപക്ഷ വോട്ടുകളിൽ മഹാഭൂരിപക്ഷം കോൺഗ്രസും അത് കഴിഞ്ഞാൽ മുസ്ലിം ലീഗുമാണ്. അതുകൊണ്ട് തന്നെ ആ വോട്ട് കഴിഞ്ഞ തവണ ഷാഫിക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ SDP-യെ സംസ്ഥാനത്ത് LDF-നെ പിന്തുണച്ച തെരഞ്ഞെടുപ്പിൽ, നിയമത്തുൾപ്പെടെ LDF-നെ പിന്തുണച്ച തെരഞ്ഞെടുപ്പിൽ പാലക്കാടുള്ള ന്യൂനപക്ഷ വോട്ടുകൾ മഹാഭൂരിപക്ഷം അന്ന് ഷാഫിക്ക് തന്നെയാണ് കിട്ടിയത്. ഇത്തവണ എല്ലാ യുവാവും വോട്ട് ചെയ്തു. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് കിട്ടി. അതുകൊണ്ടാണല്ലോ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാറ്റം ഉണ്ടായത്. ന്യൂനപക്ഷ സമുദായം വോട്ട് ചെയ്തു. ഇതിനെല്ലാം പുറമെ ഈ ഇടതുപക്ഷത്തിൻ്റെ മൂല്യച്യുതിയിൽ പ്രതിഷേധിച്ച് തലേന്നത്തെ പരസ്യം, ഇത്രയും മോശപ്പെട്ട രീതിയിലൊരു പാർട്ടി അധപ്പതിക്കാൻ പാടുണ്ടോ? കാരണം സരിനെക്കുറിച്ച് നല്ലത് പറഞ്ഞോട്ടെ, പക്ഷേ കോൺഗ്രസിൽ ചേർന്ന ഒരു മുൻ BJPക്കാരനെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് പരാമർശം നടത്തുമ്പോൾ പിണറായി വിജയന് കോൺഗ്രസ്സിലേക്ക് ആൾ വരുന്നത് ഇഷ്ടമല്ല. കോൺഗ്രസ് BJPയിൽ പോയതിൻ്റെ കണക്കെടുത്തിട്ടാണ് എല്ലായിടത്തും അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് BJPയിൽ നിന്ന് ഒരാൾ കോൺഗ്രസ്സിലേക്ക് വന്നു. അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം സംഘീയ മനസ്സ്, ഞങ്ങളെപ്പോഴും പറയുന്ന കാര്യമുണ്ട്, അതാണ് ഇതിൽ കൂടെ കാണാൻ കഴിയുന്നത്.
അങ്ങയുടെ പേരായിരുന്നു ആദ്യഘട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്നത്. അങ്ങായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഇത്രയും വലിയ വിജയം തന്നെ ഉണ്ടാകുമായിരുന്നു. അല്ല, യു ഡി എഫിന് നല്ല എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട്. അത് കെ മുരളീധരൻ എന്നല്ല, ആര് നിന്നാലും ജയിക്കാവുന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നാൾ നിന്നാൽ മാത്രമേ ജയിക്കൂ എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല, മുൻപും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അങ്ങ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ചില വിമർശനങ്ങളൊക്കെ നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരുന്നു. ആ വിമർശനങ്ങളൊക്കെ ഇനി എന്തായാലും KPCC നിർവാഹക സമിതി ഉൾപ്പെടെയുള്ള യോഗങ്ങൾ ചേരുകയാണ്. അപ്പോൾ ആ വിമർശനങ്ങൾ യോഗത്തിലും ഉയർത്തും. അല്ല, പൊതുവായിട്ട് സ്വീകരിക്കേണ്ട പല മാനദണ്ഡങ്ങളെക്കുറിച്ചും ഭാവിയിൽ ചർച്ച ഉണ്ടാകും. ഏതായാലും ഈ വിജയത്തിനോടൊപ്പം തന്നെ വാണിങ്ങും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ചേലക്കരയിലൊരു വാണിങ്ങാണ്. മാത്രമല്ല, ചേലക്കരയിൽ BJPയുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് തകർച്ചയുണ്ടായെങ്കിലും ചേലക്കരയിൽ അവരുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അറിയപ്പെടാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും വയനാട്ടിൽ 1 ലക്ഷം വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും ഞങ്ങൾ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. അതനുസരിച്ച് പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള തിരുത്തൽ വേണമെങ്കിൽ ആ തിരുത്തൽ നടത്തും. പക്ഷേ ഒരു സംഘർഷം ഇനി പാർട്ടിയിൽ ഉണ്ടാവില്ല. പാർട്ടി ഒരുമിച്ച് നീങ്ങും. ഇനിയിപ്പോൾ പാർട്ടിക്ക് വിശ്രമിക്കാൻ സമയമില്ല. കാരണം അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് വളരെ വേഗം കടക്കും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് സംഘടന ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ചാർജ് പാലക്കാടാണ്. പാലക്കാടൊക്കെ അതിൻ്റെ 1ാം ഘട്ട വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ 2ാം ഘട്ട വർക്ക്. ഇപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പായല്ലോ, പാലക്കാട് മുനിസിപ്പാലിറ്റി ഇനി തിരിച്ചു പിടിക്കാൻ കഴിയുന്നൊരു ബോധ്യം ഉണ്ടായല്ലോ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും. അപ്പോൾ എന്തായാലും വീണ്ടും ഈ കൂടുതൽ ഊർജ്ജസ്വലമായി ഓരോ തെരഞ്ഞെടുപ്പുകളെയും നേരിടാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. വളരെ നന്ദി. ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.